അദ്ദേഹം ഇന്ന് നടത്തിയിരുന്ന ഒരു പ്രസ്താവന, കോഴിക്കോട് നടത്തിയൊരു പ്രസ്താവന ഞാൻ കേട്ടു. അത് പണ്ടൊരാൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഞാനിങ്ങനെ ഇവിടെ വരുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതായി കാണുന്നുണ്ട്. വ്യക്തമല്ലേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്? ഇവിടെ കുറെ ആളുകൾ മുഖ്യമന്ത്രിയായി പുറപ്പെട്ടിട്ടുണ്ട്. ആര് മുഖ്യമന്ത്രിയാവാൻ പുറപ്പെട്ടാലും കേരളത്തിൽ അവരാരും ഇനി മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടാകില്ല. കേരളം ഒരു പുതിയ നാട്, ഒരു പുതിയ കേരളമായി രൂപപ്പെടുകയാണ്. കേരളത്തിലെ ജനങ്ങളാകെ ആ പുതിയ കേരളത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ്, ഐശ്വര്യസമ്പുഷ്ടമായ ഒരു പുതിയ കേരളത്തോടൊപ്പം. അതിനുള്ള നടപടികളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതാണ് കേരളം. കെ.സി. വേണുഗോപാൽ PM ശ്രീ പദ്ധതിക്കെതിരെ പറയുമ്പോഴും വി.ഡി. സതീശനും സണ്ണി ജോസഫും ഒക്കെ ആ പണം സ്വീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിൽ രണ്ടഭിപ്രായം ഉണ്ടാവുകയും ചെയ്യുന്നു. അല്ല, അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞില്ല, അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോ പാർട്ടിക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അവർക്ക് വിമർശനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങളെക്കുറിച്ചും ശരിയായ നിലപാടേ സ്വീകരിക്കൂ. മുന്നണിയിലെ എല്ലാ ഘടക പാർട്ടികളുമായും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാതെ കൂടുതൽ ഐക്യത്തോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐക്യം UDF-നെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കേരള രാഷ്ട്രീയ സ്ഥിതി UDF വല്ലാതെ ഭയപ്പെടുകയാണ്. ഇങ്ങനെ കുപ്പായിട്ട് നടക്കുന്ന ആളുകൾക്കെല്ലാം അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയെ കളങ്കപ്പെടുത്താൻ പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയുണ്ടാകണം ജനങ്ങൾക്ക് എന്നാണ് എൻ്റെ വിനയപുരസരമുള്ള അഭ്യർത്ഥന.